നമസ്കാരം, യു വിഷ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ കുരിയച്ചിറയിലാണ്. അപ്പോൾ ഇവിടെ നാട്ടുചന്ത എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഇന്നുണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചേച്ചിയുടെ പേര് എന്താ? എൻ്റെ പേര് ജ്യോതി. ഇത് എന്തൊക്കെയാണ് സംഭവങ്ങൾ? ഇത് ആൻഡ്രോസിൻ്റെയാണ്. ആൻഡ്രോസ് മാർക്കറ്റിംഗ് ആണ്. വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യുന്ന കലർപ്പില്ലാത്ത സാധനങ്ങളാണ്. അച്ചാറുകൾ, പിന്നെ സ്പൈസി കോഫി ഉണ്ട്, അച്ചാർ, വെളുത്തുള്ളി ഉണ്ട്, മാങ്ങയുണ്ട്, കണ്ണിമാങ്ങയുണ്ട്, ചെത്തുമാങ്ങയുണ്ട്, പിന്നെ ഈത്തപ്പഴമുണ്ട്, നാരങ്ങയുണ്ട്, മീനച്ചാറുണ്ട്. മീനച്ചാറിൽ തന്നെ 2 തരമുണ്ട്. നമ്മുടെ നെയ്മീനുണ്ട്, ചൂരയുണ്ട്, പിന്നെ കൈപ്പക്കച്ചാറുണ്ട്, പിന്നെ നമ്മുടെ ശുദ്ധമായ പശുനെയ്യ്, പിന്നെ ആസാം ചായയാണ് നമ്മുടെ ആസാം ചായ, പിന്നെ 12 ആയുർവേദ ഔഷധങ്ങളിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഹെയർ ഓയിലാണിത്. അത് 2 ദിവസം കൊണ്ട് താരൻ പോകുന്നുള്ളത് ഉറപ്പാണ്. അത് കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുപ്പാട് തലയോട്ടിൽ നമ്മൾ മസാജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ താരൻ 2 ദിവസം കൊണ്ട് പോകും. സുഖമായിട്ടുള്ള ഉറക്കം, പിന്നെ അകാലനര, മുടിക്കൊഴിച്ചിൽ, ഇതൊക്കെ മാറും. പിന്നെ നമ്മുടെ ഊട്ടി ചായയാണിത്. പിന്നെ നമ്മൾ എക്സ്പെല്ലറിൽ ആട്ടിയെടുക്കണ വെളിച്ചെണ്ണയാണത്. പിന്നെ തേനുണ്ട്, ശുദ്ധമായ തേനാണ്. സ്പൈസി കോഫി, 8 സ്പൈസി മാത്രം വറുത്ത് പിടിച്ചുണ്ടാക്കുന്ന കാപ്പിയാണത്. കാപ്പിക്കുരു ഇല്ല, ഇമ്മ്യൂണിറ്റി ഡ്രിങ്കാണ്. ഒരു വീട്ടിലത് ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുകയാണ് ചെയ്യുക. പിന്നെ തേൻ, കുരുമുളക്, ഏലക്കായ, ഉണക്കമീനുണ്ട്, പിന്നെ നമ്മുടെ കുടംപുളി. ഇങ്ങനെയുള്ള ഐറ്റമാണ് നമ്മൾ വീട്ടിൽ ചെയ്യുന്നത്. ഇതൊക്കെ വീട്ടിൽ ചെയ്യുന്ന ഐറ്റമാണ്. വീട് എവിടെയാ? കൈപ്പറമ്പ്. കുറെ നാളായി അവിടെ? കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാ ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ? ചിരട്ട കൊണ്ട്, കൈ കൊണ്ടാണ് ഉണ്ടാക്കണത് എല്ലാതും. നിങ്ങളെ വീട്ടിൽ തന്നെ? വീട്ടില്. എങ്ങനെയാ റേറ്റും കാര്യങ്ങളൊക്കെ? റേറ്റ് ഞങ്ങളിപ്പോ വില കുറച്ചിട്ട് കൊടുക്കണം. ആള് സുഖമില്ലാത്ത ആളാണേ. കടയിലൊക്കെ നല്ല വിലയുണ്ട്. 2-3-4 ദിവസമൊക്കെ വേണം ഇതൊക്കെ പണിയാനായിട്ട്. ഫ്ലവർ വേഴ്സ്, പിന്നെ ഹാൻഡ് വാഷ്, ഇതൊക്കെ ചിരട്ടി ഫുള്ള് ഉണ്ടാക്കിയത്. പിന്നെ ചന്ദനത്തിരി, പെൻ സ്റ്റാൻഡ്, പായ്ക്കപ്പല്,
വീടിൻ്റെ അടുത്ത് തന്നെയാണ്? വീടിനോട് ചേർന്നിട്ട്. എങ്ങനെയാണ് വീട്ടിൽ കച്ചവടങ്ങൾ എന്തൊക്കെയാണ്? വീട്ടിലെ ആൾക്കാർ വന്ന് മേടിക്കാറുണ്ട്. എന്തൊക്കെയാണ് ചെയ്യുന്നത്? പൂച്ചയുണ്ട്, പെർഷ്യൻ പൂച്ചയുണ്ട്, പട്ടികളുണ്ട്, പിന്നെ കോഴികൾ. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് വി ജി രാജൻ. സ്ഥലം എവിടെയാ? ആനന്ദപുരം. ദേവഗായത്രി ഹാൻഡിക്രാഫ്റ്റ് എന്ന സ്ഥാപനം ഞാൻ നടത്തുന്നു. കുറേ നാളായോ? കുറേ ചന്തയിലെല്ലാ ഇപ്പോൾ തുടങ്ങിയ അന്ന് തൊട്ട് ഞാൻ ഇവിടെ ഉള്ള ആളാണ്. ഞാൻ മരത്തിലും മുളയിലും ചിരട്ടയിലും ആണ് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതായത് പോളിഷ് ചെയ്യാതെ നമുക്ക് തികച്ചും വീട്ടുകളിൽ നാച്ചുറലായിട്ട് ഉപയോഗിക്കാനുള്ള എല്ലാ സാധനവും, മുളയുടെ കപ്പ്, അതുപോലെ പെൻ ബോക്സ്, ചിരട്ടക്കൈയിൽ തുളച്ച് കുത്തിയത്, അതുപോലെ സ്പൂണുകൾ, കഞ്ഞി കുടിക്കാനുള്ള സ്പൂണുകൾ, ഇതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മെറ്റലിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് പോളിഷിൻ്റെയോ അല്ലെങ്കിൽ കെമിക്കൽസിൻ്റെയോ ഉപയോഗമൊന്നുമില്ലാത്ത രീതിയിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് തികച്ചും നാച്ചുറലായിട്ടുള്ള ലൈഫ് സാധനം പ്രകൃതിയായിട്ടാണെങ്കിൽ ഒരു ജീവിതം കൊണ്ടുപോകാനാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ മരത്തിൽ പ്ലാവിൻ്റെ അവിടെ വളരെ ഔഷധങ്ങളുള്ള സാധനങ്ങളെ കൊണ്ടാണ് നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. മുള, അതുപോലെ ചിരട്ട, ഇതെല്ലാം നമുക്ക് വളരെ പാരമ്പര്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിയപ്പോൾ പോലെ മുളയുടെ കപ്പുണ്ട്, ചിരട്ട കയ്യിലുണ്ട്, പെൻ ബോക്സുകളുണ്ട്, പുട്ടുകുറ്റിയുണ്ട്, ചിരട്ടപ്പുട്ടിൻ്റെ കുറ്റികളുണ്ട്, അതുപോലെ എല്ലാവിധ കരകൗശല ഇടങ്ങഴിയുണ്ട്, നാഴിയുണ്ട്, എല്ലാം ഒറ്റയ്ക്ക് തന്നെയാണോ? ഒറ്റയ്ക്ക്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എല്ലാവരും എൻ്റെ സഹായത്തിനുണ്ട്. അവരുടെ പലപ്പോഴും ഞാൻ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വളരെ നല്ല രീതിയിൽ എനിക്ക് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഓൺലൈനായിട്ട് കച്ചവടങ്ങൾ വരാറുണ്ട്, ഓർഡറുകൾ കിട്ടാറുണ്ട്, കൊടുക്കാറുണ്ട്. നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത്. അടുത്ത് തന്നെയാണോ വീട്? കുരിയച്ചർ തന്നെ HDFC ബാങ്ക് ഉള്ളു, തൊട്ടപ്പുറത്ത് വഴിയുണ്ട്. അവിടെ തന്നെ ഇതൊക്കെ വീട്ടിൽ തന്നെ വളർത്തുന്ന പ്രൊഡക്റ്റുകൾ തന്നെ. പ്രാവിൻ്റെ അത് മാത്രമുള്ളത്? പ്രാവ് മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് പ്രാവ് തന്നെ. എല്ലാ ടൈപ്പ് ഫാൻസി പ്രാവുകൾ കുറച്ചധികം ഉണ്ട്. ഇതിൻ്റെ പേരുകളൊക്കെ? ഇത് കാണുന്ന വലിയ ടൈപ്പാണ് പൗഡർ. ഇതിന് 2000 തൊട്ട് 8000 വരെ 10000 വരെ വില ടൈപ്പുകളുണ്ട്, പല കളറിൻ്റെയും. പിന്നെ അടിയിൽ കാണുന്ന ചെറുതാണ് ഷോർട്ട് ഫേസ്. ഇതിനും 2000, 2500 രൂപ റേറ്റ് വരും. പിന്നെ പല ടൈപ്പ് കളറുള്ളത് കിട്ടും. പിന്നെ കാണുന്നത് ഇന്ത്യൻ ഫാൻഡിലാണ്. ഇന്ത്യൻ ഫാൻഡിൽ ഇതിനും ഒരു 2500 റേഞ്ച് തന്നെ വരും ഫുള്ള്. പിന്നെ അമേരിക്കൻ ഫാൻഡിലുണ്ട്, അത് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഇത് സാറ്റി, ഇതിനും അതേ റേഞ്ച് തന്നെ 2500 രൂപ തന്നെ വില വരുന്നുണ്ട്. പിന്നെ ഇത് ജാക്കോബിൻ എന്നാണ് ടൈപ്പ്. ജാക്കോബിന് 3000 ഒക്കെ വരും. നമ്മൾ 2000, 2500 റേഞ്ചിൽ തന്നെ കൊടുക്കണത്. പിന്നെ ഇത് മുദീന. മുദീനയും 2000 തന്നെ, ഫുള്ള് 2000 തന്നെ റേറ്റ് കൊണ്ടുവരുന്നത്. പിന്നെ കാണാനും നല്ല പല ടൈപ്പുള്ള കളറുകളുണ്ട്. പിന്നെ ഇത് മുഗി, ഇത് മതി കേട്ടോ. 2 ജോഡിയാണ്. ഇതിന് 800 വരണുള്ളൂ. പിന്നെ ഇതിന് വില കൂടുന്നതിൻ്റെ ബെൻഡ് ഉണ്ട്. കഴുത്തിന് ബെൻഡ് കൂടുന്ന പറഞ്ഞാൽ എൻ്റെ വില കൂടണോണ്ടിരിക്കും. ഇത് കുട്ടികളാണ്, വലുതായിട്ടില്ല, എഗ്ഗിയറായിട്ടില്ല. എഗ്ഗിയാണ് അതിന് വില കൂടും. പിന്നെ കഴുത്തിന് മെയിലിന് എൻ്റെ ബെൻഡ് വരണ ടൈപ്പാണ്. കഴുത്തുനിന്ന് ബാക്കിന് ബെൻഡ് വരും. അപ്പോൾ അതിന് ബെൻഡ് കൂടുന്ന പറഞ്ഞാൽ കാശും എമൗണ്ടും കൂടും. പിന്നെ ഇത് പൗഡറിൻ്റെ ഈ കാണുന്ന വലുതിൻ്റെ ഇതാണ്, കുട്ടികളാണ് പൗഡറിൻ്റെ. അതിൻ്റെ കുട്ടികളാണ്. അതിനൊരു 3000 രൂപ തന്നെ റേറ്റ് വരും. ശരി. ചേട്ടാ ഇത് ഏതൊക്കെയാ? ഇത് ചിഞ്ചിലുണ്ട്, ക്രോസ് ബൈൻഡ് ഉണ്ട്, വൈറ്റ് ജയന്ത് ഉണ്ട്. വൈറ്റ് ജയന്ത് ഇപ്പോൾ കൊടുത്തിട്ടില്ല, വീട്ടിലുള്ളത്. അത് ഞാൻ ചേലക്കരനാണ് വരുന്നത്. എൻ്റെ പേര് ജോയി എന്നാണ്. ചേലക്കരയിൽ അവിടെ ചെറിയൊരു രൂപത്തിലെ ഒരു ഫാം നടക്കുന്നുണ്ട്. അപ്പോൾ മുയൽ ഇറച്ചിയും കൊടുക്കുന്നുണ്ട്, മുയൽ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്, ഫാമിലി ആയിട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ തള്ളി കൂടി അങ്ങനെ ഫാമിലി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ്. ഇനി ഒരുപാട് ഐറ്റംസ് വരാറുണ്ട്. അത് തുടരെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. മൊയിലിന് മാത്രമാണോ അതോ വേറെ? മൊയിൽ മാത്രമേ ഉള്ളൂ. കോഴി ഉണ്ടായിരുന്നു, അത് പിന്നെ നിർത്തലാക്കിയതാണ്. ഇനിയിപ്പോൾ കോഴിയും മൊയിലും പക്ഷികളും ഒക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. റേറ്റും കാര്യങ്ങളൊക്കെ? ഇത് 500-ൻ്റെ ഉണ്ട്, 700-ൻ്റെ ഉണ്ട്, 900-ൻ്റെ ഉണ്ട്. അങ്ങനെ പല റേഞ്ച് വരുന്നുണ്ട് പെയർ.
ഇനി ഫാമിലി ആയിട്ട് വരുമ്പോൾ 1800 വരെ എത്തുന്നുണ്ട്. ഒരു 7 കുട്ടികൾ 6 കുട്ടികൾ തള്ളയും തന്തയും ഒക്കെ കൂടിയിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുക്കുന്നുണ്ട്. കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്ററാണ്. അടുക്കള മാലിന്യം നമ്മൾക്ക് ജൈവവളമാക്കണ സ്ഥലം. വീടിന് സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് സ്ഥലമാക്കാം. അപ്പോൾ ഇത് 160 ലിറ്ററിൻ്റെ ടാങ്കാണത് ഒരു വീട്ടിലേക്ക് വേണ്ടോ. അപ്പോൾ അതിൽ നമ്മൾ ബാക്ടീരിയ പൗഡറാണ് നമ്മൾ ഫസ്റ്റ് ഡോർ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇടാം. അതിന് ശേഷം നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ, അതുപോലെ ചിക്കൻ്റെ എല്ല്, മീനിൻ്റെ മുകളിൽ പച്ചക്കറിയും പൊട്ടത്തോട് സബോള നാരങ്ങ അതൊക്കെ അതിൽ നിക്ഷേപിക്കാം. ഇട്ടതിന് ശേഷം പൗഡർ 4 പിടി അതിൻ്റെ ഉള്ളിൽ വെതറിയിടുക. അത് ഏകദേശം 1.5 മാസമാകുമ്പോൾ നമ്മളൊരു ഡ്രോപ്സ് ലാർവ അതിലേക്ക് ഒഴിക്കും. അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ ആ വേസ്റ്റിനെ കംപ്ലീറ്റ് അതിങ്ങനെ ഭസ്മമാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ വെള്ളം ഇല്ലാണ്ട് ഇട്ട കാരണം നമുക്ക് സൈഡ് ഡോർ ഉണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വളം എടുക്കുകയും ചെയ്യാം. എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വർഷത്തിൻ്റെ അവർക്ക് ആവാറാവും. ഇത് നമ്മൾ അടുക്കളയുടെ തൊട്ട് വയ്ക്കാതെ മണോ സാധനങ്ങളൊന്നും വരണ ഒരു ഇതല്ല. ഇത് 5 ഫാമിലിയുടെ കുടുംബത്തിന് ഒരെണ്ണം മതി. ഇനി ഒരു ഭാര്യ ഭർത്താവ് കുട്ടികളാണെങ്കിൽ ചെറുതുണ്ട്, 3500-നുണ്ട് ഒരെണ്ണം. ആ മോഡൽ വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ബക്കറ്റ്, ഇത് സ്ലറി വരുന്ന മോഡൽ, ഈ മോഡൽ ഇത് അതിൻ്റെ 3 തട്ടായിട്ട് വെക്കണത്. പക്ഷേ ഇതിലൊക്കെ മണത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതാവുമ്പോൾ നമുക്ക് ഇതിൽ പ്രശ്നമില്ല. ഏത് കാലത്ത് എവിടെ വേണമെങ്കിലും വെക്കാം. അതാണ് അതിൻ്റെ പ്രത്യേകതകൾ. പിന്നെ നെല്ലിക്ക ഇതുണ്ട്. ഇത് പച്ചക്കറികളൊക്കെ നന്നായി തിങ്ങി വളരുന്ന ജൈവവളം അഗ്രോപ്ലസ് ആണ്. 3 അടപ്പ് ലിറ്റർ വെള്ളത്തിൽ ഇലകളിൽ കൂമ്പുകളിൽ നമ്മൾ തെളിച്ച് കൊടുക്കുക. നല്ല പോലെ കായ്ഫലങ്ങളുണ്ടാവും. പ്രാണികളൊക്കെ പോവുകയും ചെയ്യും. ഇതാണ് സാധനം. കിട്ടിയാ ഇത് പിന്നെ തീക്കണലില്ലാണ്ട് പോയിക്കാം. കൊതുക് പ്രാണി വരില്ല. ഇത് ആമസോൺ സാധനമാണ്. ഷെയ്ക്ക് ചെയ്തൊന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഉറുമ്പുകൾ കംപ്ലീറ്റ് ഇല്ലാണ്ടാക്കാം. ഉറുമ്പ് കംപ്ലീറ്റ് പോകും. ഇനി അതുപോലെ പാറ്റ പല്ലിക്കുള്ള സാധനം വരുന്നുണ്ട്. ഇപ്പം അടുത്ത ആഴ്ച 2 ആഴ്ച കഴിഞ്ഞാൽ വരുത്. ഇത് നമ്മൾക്ക് വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് അവനാന് വേദനയൊക്കെ വരുന്നുണ്ടെങ്കിൽ അവനാന് സ്വയം തന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഞരമ്പ് സർക്കുലേഷൻ ക്ലിയർ ആക്കാം. ബ്ലഡ് ഓട്ടം ഉണ്ടാവും. ഇതൊക്കെ ചെയ്യാം. കയ്യിൽ വിരലേക്ക് ഇതൊക്കെ ചെയ്യാം. അതിൻ്റെ ഒരു പ്രൊഡക്റ്റാണിത്. ഇത്രയും ഐറ്റംസ്. നമസ്കാരം. ചേട്ടൻ്റെ പേരെന്താ? കൃഷ്ണകുമാർ. സ്ഥലം എവിടെയാ? വെങ്ങണിശ്ശേരി പാർലം പഞ്ചായത്തിലെ വെങ്ങണിശ്ശേരി. ഫാം എങ്ങനെയാ? ഇതിപ്പോൾ പുതിയതായിട്ട് ഓർഗാനിക് ഫാം ഒരെണ്ണം തുടങ്ങിയതാണ്. മറ്റേ ഫിഷറീസിൻ്റെയും പാർലം പഞ്ചായത്തിൻ്റെയും ഗ്രാൻഡോടുകൂടി അവരുടെ ഇതോടുകൂടി ഹെൽപ്പോടുകൂടി തുടങ്ങിയതാണ്. അങ്ങനെ ഫസ്റ്റ് ടീം അവരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ വാളിട്ടത്. വാളയിടാൻ പറഞ്ഞു, വാളയിട്ടു. അങ്ങനെ നമ്മളത് 100% സത്യസന്ധമായിട്ട് പെല്ലറ്റും അസോളയും മാത്രം കൊടുത്തിട്ടാണ് ഇത് വളർത്തുന്നത്. കഴിഞ്ഞ കൊല്ലം മാർച്ച് 15-ന് ഇട്ടതാണ്. ഈ കൊല്ലം മാർച്ച് 15-ന് ഒരു കൊല്ലം കഴിഞ്ഞു. 1 കിലോന് ആയിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കിത് മാർക്കറ്റിലെ ആകെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ മറ്റേ വേസ്റ്റ് കൊടുത്തുള്ള ഈ കോഴിയുടെയും മൃഗങ്ങളുടെയും വേസ്റ്റ് കൊടുത്തിട്ടുള്ള ഇത് കണ്ടമാനം കിട്ടും. അപ്പോൾ അതിന് വളരെയധികം വില കുറച്ച് കൊടുക്കാം. എന്താ വെച്ചാൽ അവർക്ക് ഒന്നും നഷ്ടമില്ല. വേസ്റ്റ് എടുക്കണതിന് വരെ കാശ് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യാം, അത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അവർക്ക് വില കുറച്ച് കൊടുക്കുകയും ചെയ്യാം. പക്ഷേ ഉപഭോക്താവിനെ സംബന്ധിച്ചോളം അത് ഭക്ഷിക്കാൻ പറ്റില്ല. ആ കോഴിയുടെ വേസ്റ്റിൻ്റെയും ചേരിൻ്റെ വേസ്റ്റിൻ്റെയും ആയിട്ട് നമുക്ക് കറി വെച്ചായിട്ടാണ് നമ്മൾ അബദ്ധത്തിൽ ആ കറി കളയേണ്ടി വരും. പക്ഷേ ഇതല്ല, 100% നമുക്ക് ആർക്കും വേണമെങ്കിലും ധൈര്യമായിട്ട് കൊടുക്കാം. ഇവിടെ തന്നെ ഞാൻ സെയിൽ ചെയ്യണത് നിങ്ങൾ കൊണ്ടുപോയിട്ട് ടേസ്റ്റിൽ അവനെ പൈസ മടക്കി തരുന്നു പറഞ്ഞിട്ടാ. അത്രയും ധൈര്യത്തിൽ കൊടുക്കണം. എൻ്റെ പേര് പ്രിൻസൻ ഔണിശ്ശേരി. ഈ ചന്തയുടെ ഞാൻ ഇതുപോലെ ഞങ്ങൾക്കൊരു ചുറ്റുവട്ടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ഏകദേശം 360-360ഓളം ഗ്രൂപ്പുകളുള്ളൊരു വാട്സപ്പ് കൂട്ടായ്മ. ആ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ ഒരു ചന്ത
ഈ ചുറ്റുവട്ടം നാട്ടുചന്ത എന്ന പേരിലൊരു നാട്ടുചന്ത ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 1 വർഷം കഴിഞ്ഞു നമ്മൾ കുരിയച്ചിറയിൽ ഈ നാട്ടുചന്ത ആരംഭിച്ചിട്ട്. ഇവിടെയുള്ള കുരിയച്ചിറയിലുള്ള ഗ്രീൻ കുരിയച്ചിറ എന്ന് പറയുന്ന സംഘടനയുമായിട്ട് ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ നാട്ടുചന്ത ഇവിടെ ആരംഭിച്ചത്. ജനങ്ങൾക്ക് അവരുടെ കയ്യിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരു വിപണി കണ്ടെത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ചുറ്റുവട്ടം എന്ന് പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത്. അതിൽ യാതൊരുവിധ ഇടനിലക്കാരും ഇല്ലാതെ ആളുകൾക്ക് എല്ലാവർക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ട് വാട്സപ്പ് വഴി ഓരോ ഏരിയകളിൽ നമ്മൾ ഒരേ ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏകദേശം 200ഓളം ഗ്രൂപ്പുകളുണ്ട്. അതായത് കുരിയച്ചിറ ഒരു ഗ്രൂപ്പുണ്ട്, കുറുക്കഞ്ചേരി ഉണ്ട്, ചീയാരമുണ്ട്, അതുപോലെ തൃശ്ശൂർ ടൗണിലുണ്ട്, അതുപോലെ അപ്പുറത്തേക്ക് നീങ്ങിയ ഒല്ലൂരുണ്ട്. എല്ലാ ഭാഗത്തും ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവർക്ക് വീടുകളിൽ വിൽക്കാനുണ്ടെങ്കിൽ അതിലിടാം. അവർക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ വീട്ടിലിപ്പോൾ തെങ്ങ് കയറാൻ ആൾ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണിക്ക് ആളെ വേണം, AC പെട്ടെന്ന് കേടായി റിപ്പയർ ചെയ്ത അങ്ങനെയുള്ള അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചുറ്റുവട്ടം ആ ഒരു ഗ്രൂപ്പ് തുടങ്ങിയത്. അതിൽ നിന്നുണ്ടായ ഒരു ആശയമാണ് ഇതിനെല്ലാവരെയും കൂടി സംഗമിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ കോഴികളെ വിൽക്കാനായിട്ട് നമ്മൾ കുന്നംകുളത്തുള്ള ഒരു ചേച്ചി കോഴീനെ വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചാലക്കുടിയിലുള്ള ആൾക്കാണ് കോഴി മേടിക്കേണ്ടതെങ്കിൽ കുന്നംകുളങ്ങര പോയി മേടിക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതിന് മധ്യത്തിലായി ഒരു ചന്ത വന്നു കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ ഉൽപ്പന്നങ്ങൾ അവിടെ കൊണ്ടുവരിക. അപ്പോൾ പരസ്പരം വാങ്ങാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാവും എന്നുള്ള ആശയത്തിൽ നിന്നാണ് ഈ ചന്തയുടെ പിറവി. അങ്ങനെ തുടങ്ങിയപ്പോൾ നമ്മളിപ്പോൾ തുടക്കത്തിൽ തന്നെ കുരിയച്ചിറയിൽ വളരെ സജീവമായിട്ട് ഏകദേശം നിറഞ്ഞു കവിഞ്ഞ് ഈ റോഡ് തന്നെ ഫുള്ളായിട്ട് ഏകദേശം 150ലധികം സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. അത് പഴയ വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ പിന്നീടുണ്ടായ കോവിഡിൻ്റെ പാരമ്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പ്രകാരം നമ്മൾ ആ ചന്ത നിർത്തി വെക്കേണ്ടി വന്നു. വീണ്ടും രണ്ടാമത് തുടങ്ങുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. അന്ന് നമുക്ക് എല്ലാ യൂട്യൂബർമാരാണെങ്കിലും അതുപോലെ ജനങ്ങളാണെങ്കിലും എല്ലാവരും അവരവരുടെ ഇവിടെ വന്ന് ലൈവ് ഇടുകയും അവരുടെ സ്റ്റാറ്റസ് ഇടുകയൊക്കെ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പ്രൊമോഷനായി ജനങ്ങൾ നിറയെ വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും നിർത്തി കഴിഞ്ഞ് വീണ്ടും തുടങ്ങിയപ്പോൾ ചെറിയൊരു ക്ഷീണമുണ്ട്. കാരണം കുറച്ച് സ്റ്റോളുകളുടെ എണ്ണം കുറവുണ്ട്, അതുപോലെ വരുന്ന ആളുകളുടെ എണ്ണം കുറവുണ്ട്. പതുക്കെ അത് പഴയ ലെവലിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് കുംഭവിത്ത് മേളയിൽ നല്ലൊരു ജനം ഉണ്ടായിരുന്നു. ഈ ആഴ്ചയും ഇപ്പോൾ ജനങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും നിങ്ങളെപ്പോലുള്ള യൂട്യൂബർമാരുടെ സപ്പോർട്ടോടു കൂടിയും ജനങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത ചന്തയായിട്ട് നമ്മളിവിടെ തൃശ്ശൂർ ബാനർജി ക്ലബ്ബിൽ തുടങ്ങിയിരുന്നു. അവിടെയും ആ ഒരു സ്ഥലം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് നിർത്തേണ്ടി വന്നു. ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ ചേർപ്പിൽ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ ആ ചന്ത വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ചേർപ്പ് ചുറ്റുവട്ടം നാട്ടുചന്ത നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മുടെ തൃശ്ശൂരിൻ്റെ MP അത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഉള്ളിലൊരു പ്രത്യേകത ഉള്ളത് ഒരു വിത്ത് ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നാടൻ വിത്തുകളുടെ സംരക്ഷണം നമ്മൾ നിർത്തിക്കൊണ്ട് നമ്മുടെ നാടുകളിലുള്ള വാളൻ പയർ, അതുപോലെ ചെറുകിഴങ്ങ്, ചെറുചേമ്പ്, അതുപോലെ മുരിങ്ങ, നാടൻ മുരിങ്ങ, കോവയ്ക്ക, ഇതിൻ്റെയൊക്കെ തണ്ടുകളും തൈകളൊക്കെ നമ്മൾ നടാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്ക് അത്യാവശ്യം അടുക്കള കൃഷിക്ക് വേണ്ട വിത്തുകളെല്ലാം ഇവിടെ സൗജന്യമായിട്ട് തന്നെ നമ്മൾ വരുന്നവർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഒരു കറിവേപ്പിൻ്റെ മരം ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് തൈകളുണ്ടായിരിക്കും അതിൻ്റെ അടിയിൽ. ആവശ്യമില്ലാത്ത തൈകളെല്ലാം നിങ്ങൾ പറിച്ചു കൊണ്ടുവന്ന് ഇവിടുത്തെ വിത്ത് ബാങ്കിലേക്ക് തരികയാണെങ്കിൽ നമ്മളിവിടെ വരുന്ന ആളുകൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ ടൗണിൽ താമസിക്കുന്നവരാണ്, അവർക്കൊരു കറിവേപ്പിൻ തൈ വീട്ടിൽ വളർത്താൻ പറ്റും. ഒരു മഞ്ഞൾ കൃഷി ചെയ്യുന്ന ആളുകൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 1/2 കിലോ മഞ്ഞൾ ഞങ്ങൾക്ക് തന്നാൽ അതൊരു 10-30 വീടുകളിലേക്കായിട്ട് വീതിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയും. അതുപോലെ ഇഞ്ചി, മഞ്ഞൾ, ചേന, ചേമ്പ്, ചെറുകിഴങ്ങ്, അതുപോലെ നിറയെ ഐറ്റംസ് നമ്മളിവിടെ ഈ ഒരു വിത്ത് ബാങ്ക് വഴി ഏകദേശം 10,500-ലധികം ആളുകളിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞു. അവരെല്ലാവരും അത് വീട്ടിൽ വളർത്തി. കഴിഞ്ഞ വർഷം ഞങ്ങൾ നൽകിയിരുന്ന ആളുകൾ അത് വലുതായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിത്തുകൾ ഇത്തവണ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് തരുന്ന ഒരു പരസ്പരപൂരിതമായിട്ടുള്ള പഴയ കാലത്തെ ആ ഒരു നല്ല സംസ്കാരത്തിന് നമ്മൾ തിരിച്ചു പിടിക്കാനായിട്ട് ഈ നാട്ടുചന്ത കൂടെ കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകം എന്തായാലും സന്തോഷം തരുന്നൊരു കാര്യമാണ്. എന്തായാലും നിങ്ങളെപ്പോലുള്ള യൂട്യൂബർമാർ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക. ഈ കാണുന്ന എല്ലാവരും തന്നെ ഇതുപോലുള്ള യൂട്യൂബർമാരെ സപ്പോർട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഇങ്ങനെ നാട്ടിലെ നന്മകൾ തേടിപ്പിടിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്ന ഈ യൂട്യൂബർമാരെ സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ തീർച്ചയായിട്ടും അവർ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ചേട്ടാ.